നമുക്ക് തരിക ഈനാമ്പേച്ചി അല്ലെങ്കിൽ എലിപ്പെട്ടി. ഈനാമ്പേച്ചി, എലിപ്പെട്ടി, തേള്, നീരാളി. അല്ല വിജയേട്ടാ, സാധാരണ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാൽ കൂട്ടിന് മരപ്പട്ടിയല്ലേ? ഇപ്പം അതെല്ലാം മാറി, അതെല്ലാം പണ്ട്. ഇപ്പം മരപ്പട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊളിറ്റിക്കൽ വേർഡാണ്. അതിൻ്റെ തലവരെയൊക്കെ മാറിപ്പോയി പോലെ. അങ്ങനെ എല്ലായിടത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റുന്ന നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചെണ്ടത്. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാരുണ്ടാകണം. അതില്ലെങ്കിലോ നമുക്ക് തരിക ഈനാമ്പേച്ചി അല്ലെങ്കിൽ എലിപ്പെട്ടി അല്ലെങ്കിൽ തേള് അല്ലെങ്കിൽ ഒക്ടോബസ്. അല്ല എന്തായാലേ AK ബാലനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. AK ബാലൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അയാൾ പറഞ്ഞ വളരെ പ്രാധാന്യത്തോടു കൂടിയല്ലേ. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു തെരഞ്ഞെടുപ്പാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി ആണെങ്കിലും ഗോവിന്ദ മാഷാണെങ്കിലും എന്താ പറയുക, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ എല്ലാവരും പാർലമെൻറ്റിൽ വേണമെന്നല്ലേ? അല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ ആന്തരിക അർത്ഥം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം തന്നെ ദേശീയ പാർട്ടി എന്നുള്ളത് ആരുടെയോ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ CPMനുള്ളത്. അതങ്ങ് പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ CPMൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, ജനങ്ങളിങ്ങനെ ഹൃദയത്തിൽ കൊത്തിവെച്ച ചിഹ്നം. അതൊക്കെ പോയുള്ള അവസ്ഥ അന്നേരം മനസ്സിലാവും. അപ്പോൾ ഞാനും പറയേണ്ടി വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിൻ്റെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ എലിപ്പെട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും? എന്തായാലും AK ബാലൻ്റെ പ്രസംഗമേ പ്രതിപക്ഷത്തിന് നല്ലൊരു ആയുധമായി. എന്താടി ഇത് എങ്ങനെയെങ്കിലും 1% വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ, ഇല്ലെങ്കിൽ ഈനാമ്പേച്ചി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക്. അത് ശരിയാ, റോളും ഉണ്ട്, മാങ്കൂട്ടത്തിലെടുത്ത് ചാമ്പ്യൻ. നീ എന്താ ഇങ്ങനെ ഊറി ചിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സഖാവ് Xന് ഈനാമ്പേച്ചി അടയാളത്തിൽ, അല്ലെ സഖാവ് Yക്ക് നീരാളി, തേള്, അങ്ങനെയൊക്കെ വോട്ട് നേടേണ്ടി വരുന്നൊരവസ്ഥ. നമ്മളൊക്കെ ഭാവിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ പോവുക, നമ്മുടെ ചിഹ്നം എലിപ്പെട്ടി. അത്രയും പോണ്ട, ഞാനതല്ല ആലോചിക്കുന്നത്. ആ വേദിയിൽ പിണറായി ഉണ്ടായിരുന്നു, എന്തായിരിക്കും സ്ഥിതി? എന്തേ? ഉദ്ഘാടനം ചെയ്യാൻ വന്നാള് ഉദ്ഘാടനം ചെയ്താൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക.